ശരി, ബദലിൽ തർക്കമോ എന്ന ചോദ്യത്തിന് ബദലിൽ തർക്കമാണ്. ബി.ജെ.പിയെ ആരാണ് ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്നത് എന്ന ചോദ്യമാണല്ലോ പിണറായി വിജയൻ ഉയർത്തിയിരിക്കുന്നത്. ഈ ലേഖനം ബി.ജെ.പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗം മാത്രമാണ് വന്നിരിക്കുന്നത്. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗം തുടരും. പക്ഷേ ഇതിൽ പറയുന്ന മുഴുവൻ ദേശീയ സാഹചര്യമാണ്. ദേശീയ സാഹചര്യത്തിൽ ബി.ജെ.പി വിമർശിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ കഴിയില്ല. പക്ഷേ CPM പറയുന്ന ചില കാര്യങ്ങളിൽ, പിണറായി വിജയൻ പറയുന്ന ചില കാര്യങ്ങളിൽ ഭാഗികമായ ശരിയുണ്ട്. കാരണം ഈ ബുൾഡോസറുകൾ കെട്ടിടങ്ങൾ തകർക്കുന്ന ആ സംഭവം വന്നപ്പോൾ അന്ന് വൃന്ദ കാരാട്ടാണ് അതിനെതിരെ മുന്നിൽ നിന്നിരുന്നത്. അതാണ് ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉരുണ്ടപ്പോൾ തെരുവിൽ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് വൃന്ദ കാരാട്ട് ആ സമരത്തിന് മുന്നിലുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ പൗരത്വത്തിന് മതാടിസ്ഥാനം നൽകാനുള്ള നീക്കമുണ്ടായപ്പോൾ എല്ലാവരെയും കൂട്ടിയൊഴിപ്പിച്ച് ജനകീയ പ്രതിരോധം തീർത്തത് ഞങ്ങളാണ്. ആ സമരത്തിനും തുടക്കമിട്ടിട്ടുണ്ട് CPM. ഇവിടെ ആ സമരത്തിൽ ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ അവരതിനോട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ CPM-നോടൊരു വിശ്വാസം ആ ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള ഘട്ടത്തിൽ അത് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദേശീയ സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് എത്രത്തോളം BJPക്ക് എതിരായി അവിടെ വിമർശനങ്ങൾ ഉയർത്തുന്നു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ എത്രത്തോളം ആ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കോൺഗ്രസിന് 100 സീറ്റ് എന്നതിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള പ്രതിരോധം ശക്തമായി നിന്നതുകൊണ്ടാണ്. രാഹുലിൻ്റെ 2 യാത്രകൾ, ആ 2 യാത്രകൾ രാജ്യത്തുടനീളം നടന്ന യാത്രയാണ്. ആ യാത്ര കേരളത്തിലെത്തിയപ്പോൾ ആ യാത്രയോട് BJP വിരുദ്ധ യാത്രയോടുള്ള CPM-ന്റെ സമീപനം എന്തായിരുന്നു? കേരളത്തിലെത്തിയപ്പോൾ മറ്റൊരു സമീപനമായിരുന്നു. ദേശീയ തലത്തിൽ മറ്റൊരു സമീപനം. ദേശീയ തലത്തിൽ യെച്ചൂരി ആ യാത്രയ്ക്ക് സ്വാഗതമരളിയായിരുന്നു, യെച്ചൂരി പിന്തുണ നൽകുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ആ സമരത്തെ ഏതൊക്കെ രൂപത്തിൽ അപമാനിക്കുന്ന പ്രതികരണങ്ങൾ ഇവിടുത്തെ യുവ നേതാക്കളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന് പറയുമ്പോൾ BJPക്ക് എതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട്, മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്തുടനീളം ഒരു നേതാവ് നടക്കുമ്പോൾ ആ നേതാവിനെ എങ്ങനെയാണ് കേരളം സ്വീകരിച്ചത്? അപ്പോൾ ഇവിടെ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം എന്ന 2 പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിലേക്ക്, ആ ഒരു സമീപനത്തിലേക്ക് CPM ഇവിടുത്തെ സാഹചര്യത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനത്തിൽ തന്നെ ലീഗിനെ ഓർമ്മിപ്പിക്കുകയാണ്. ലീഗ് ഈ UDF-നൊപ്പം നിൽക്കേണ്ട പാർട്ടിയാണോ? നിങ്ങൾ വീണ്ടും ആലോചിക്കണം. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഉയർത്തിയിട്ടുള്ളതാണ്. CPM ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ലീഗിനെ മുസ്ലിം പാർട്ടിയായി കാണുന്നില്ല, അല്ലെങ്കിൽ വർഗീയ പാർട്ടിയായി കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ? ലീഗിനെ പോലുള്ള പാർട്ടികൾ ആലോചിക്കട്ടെ എന്ന് വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പറയുകയാണ്. അതിനുശേഷം നടന്ന ആ കാലയളവ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ കാലയളവ് എന്ന് പറയുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ വരുന്ന സമയത്ത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിനകത്തേക്ക് SDP വരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം, അവരാണതിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു വസ്തു ഉന്നയിച്ചിട്ടുണ്ട്. ഏത് ജനകീയ സമരങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ മുസ്ലിം ന്യൂനപക്ഷം പങ്കെടുക്കുന്ന സമരങ്ങൾ ആണെങ്കിൽ അതിനെ SDP-യുടെ ചാപ്പ കുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് കോഴിക്കോട് അവിടെ ഒരു എന്താ പറയുക, മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ, ജനവാസ കേന്ദ്രത്തിലായിരുന്നു വലിയ സമരം. അതിൽ മുസ്ലിം ന്യൂനപക്ഷ പ്രദേശമാണ്. അവിടുത്തെ അമ്മമാരും കുട്ടികളും ഒക്കെ അടക്കം ആ സമരത്തിൽ നിൽക്കുമ്പോൾ അതിലെ അച്ഛന്മാരൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ കരയുന്ന ദൃശ്യമടക്കം എനിക്ക് ഓർമ്മയുണ്ട്. ആ സമരത്തെയും അത് വർഗീയ കക്ഷികളുടെ സമരമാണ്, വർഗീയ സംഘടനയാണ് ആ സമരത്തിന് പിന്നിൽ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒരു സമരത്തിന് ആ തരത്തിലുള്ള ചാപ്പ കുത്തിക്കൊടുക്കുക, ഇപ്പോൾ അപ്പുറത്ത് മോദി പറയുന്നുണ്ടല്ലോ, വേഷം കണ്ടാൽ അറിയാം, ആ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെയും CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ ന്യൂനപക്ഷം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി അപ്പുറത്ത് BJPക്കെതിരെ കേരളത്തിൽ കോൺഗ്രസ് വലിയ ശബ്ദമുയർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കേരളത്തിലില്ല, ദേശീയ തലത്തിലുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കോൺഗ്രസ് പറയാതിരിക്കുകയും, കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഇവിടെ ശത്രു CPM-ആണ് എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിശക്തമായി വിമർശിക്കുകയും മറ്റേതങ്ങ് പറഞ്ഞു പോവുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല വിഷയങ്ങളും കണ്ടിട്ടുണ്ട്. ശക്തമായി പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിലും പലപ്പോഴും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഇനി CPM-നകത്തു നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ നോക്കുകയാണെങ്കിൽ സമ്മേളന കാലയളവിൽ CPM-വുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സമ്മേളനങ്ങളിൽ ഒക്കെ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം പോലീസിൽ RSSന്റെ സ്വാധീനം എന്നുള്ളതാണ്. പോലീസിനെ RSS കൈയടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല
എങ്ങനെയൊക്കെയാണ് ഇവിടെ ബി ജെ പി വേരുന്നത്, അതിൽ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ കാര്യത്തിൽ ശക്തമായ വിമർശനങ്ങൾ ഇവിടെ ഉയർന്നിട്ടും RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതിനോട് എന്ത് സമീപനമാണ് ആ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പുറത്ത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആകുമ്പോൾ നമുക്ക് ഇവിടെ ഭരണത്തിൽ പൂർണ്ണമായും CPM പ്രത്യയശാസ്ത്രത്തിൽ ഒരു ഭരണം സാധ്യമല്ല എന്ന് MV ഗോവിന്ദൻ ഈ സമ്മേളന കാലയളവിൽ നൽകുന്ന അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അത് ശരിയുമാണ്. ആ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പൂർണ്ണമായി നടപ്പാക്കുന്ന ഒരു ഇടത് സർക്കാർ എന്നുള്ളത് നടക്കാത്തൊരു സ്വപ്നം തന്നെയാണ്. LDF സർക്കാർ ഭരിക്കുമ്പോൾ പൂർണ്ണമായും ആ ആശയങ്ങൾ മാത്രം നടപ്പാക്കാൻ സാധ്യമല്ലാത്ത അപ്രായോഗികമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ നയങ്ങൾ ചില കാര്യങ്ങളിലെങ്കിലും നടപ്പാക്കേണ്ടി വരും. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ നയം. ഇവിടെ കഴിയുന്നത്ര പ്രതിരോധങ്ങളൊക്കെ തീർക്കുന്നുണ്ടെങ്കിലും തമിഴ്നാടിൻ്റെ അത്രയില്ല. എന്നാൽ പോലും കഴിയുന്നത്ര ചെയ്യാൻ സാധിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നെങ്കിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സാധ്യമല്ല എന്നുള്ളൊരു സാഹചര്യം നിൽക്കുന്നു. ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യത്തിലായാലും ഇപ്പോൾ അവരുടെ പേരുകളും അത് കൊടുത്തില്ലെങ്കിൽ ഇവിടെ സഹായം ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന പ്രായോഗികമായ ഒരു സംവിധാനത്തിലേക്ക് പൂർണ്ണമായും ഇടത് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വിട്ടുവീഴ്ചയാണല്ലോ, അത് പ്രായോഗികമായ വിട്ടുവീഴ്ചയാണല്ലോ. അപ്പോൾ BJPക്ക് മണ്ണൊരുക്കുന്നു കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് അവർക്ക് ശക്തിയുണ്ട് എന്ന് കരുതുകയും ആ ശക്തിയില്ല എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുമിച്ച് നിന്നിട്ടില്ല എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ തന്നെയാണോ നിന്നിട്ടുള്ളത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഡൽഹി ഉദാഹരണം അദ്ദേഹം ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചൊക്കെയാണ് കൃത്യമായി വിശദീകരിക്കുന്നത്. പക്ഷേ അതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഡൽഹിയിൽ കോൺഗ്രസിന് അവരുടെ അസ്തിത്വം തെളിയിക്കുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തേ പറ്റുമായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് നേതൃത്വമായാലും അവിടുത്തെ ആം ആദ്മി പാർട്ടി നേതൃത്വമായാലും ആ സഹകരണത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നവരാണ്. അസ്തിത്വം തെളിഞ്ഞില്ല. അല്ല, അവർ വോട്ട് ഷെയർ കൂട്ടിയല്ലോ. അവരെ സംബന്ധിച്ച് അവിടെ രണ്ട് കൂട്ടരും, ആം ആദ്മി പാർട്ടിയാണ് ആദ്യം ആ കൂട്ട് തള്ളിയത്. ഞങ്ങൾ കോൺഗ്രസുമായി ചേരില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാ നിൽക്കുകയെന്ന് ആദ്യം പറഞ്ഞത് ആം ആദ്മി പാർട്ടിയാണ്. ഒരു ഘട്ടം വരെയും രാഹുൽ ഗാന്ധി ആ ഒരു ശ്രമം നടത്തിയിരുന്നു. പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. രാഹുൽ ഗാന്ധി പ്രചാരണത്തിലേക്ക് പോയത് പോലും അവസാനമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അത് ഡൽഹി മറ്റൊരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടി ജയിക്കട്ടെ എന്നൊരു സമീപനം ഉണ്ടായിരുന്നെങ്കിൽ CPM അവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. രണ്ടിടത്ത് മത്സരിച്ചിട്ടുണ്ടല്ലോ. അവിടെ CPM ഒന്നും അവിടെ ഒരു വലിയ പാർട്ടിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു സമീപനമാണല്ലോ. ആ സമീപനം അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ BJPക്കെതിരെ ഒരുമിച്ച് നിൽക്കാമെന്നുള്ള സമീപനം. അവിടെ ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഒരു നിലപാടെടുത്തല്ലോ, തൃണമൂൽ കോൺഗ്രസ് ഒരു നിലപാടെടുത്തല്ലോ. അപ്പോൾ ആ നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് അവിടെ CPM എടുക്കാൻ വരാൻ പറ്റാതിരുന്നത്? അപ്പോൾ ഒരു വശത്ത് ആം ആദ്മി പാർട്ടി എന്നുള്ള പാർട്ടി യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിലപാടില്ലാത്തൊരു പാർട്ടിയാണെന്നും BJPയുടെ ഒരു B ടീമായി വന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു സമീപനം CPM അത് യഥാർത്ഥ സമീപനമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാട് അവിടെ ഉള്ളപ്പോൾ ആം ആദ്മി പാർട്ടി അല്ലേ ജയിക്കേണ്ടത് എന്ന് ഇപ്പോൾ പറയുന്നത് ഒരു വ്യാജമായ ഒരു ന്യായീകരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ തുടർച്ച രണ്ടാമത്തെ ലേഖനത്തിൽ ഒരുപക്ഷെ കേരളത്തിലെ സാഹചര്യത്തിൽ എന്തൊക്കെ BJPക്കെതിരെ CPM ചെയ്തു എന്നത് വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ ലേഖനത്തിൽ പൂർണ്ണമായും ദേശീയ സാഹചര്യം പറയുന്നു. കേരളത്തിൽ ഒരു കാര്യവും പറയാൻ അദ്ദേഹം സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലീഗുമായി ബന്ധപ്പെട്ട പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ളൊരു സമീപനമാണ്. ഇവിടുത്തെ ന്യൂനപക്ഷം അത് കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇനി ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഒരു കാലത്ത് UDFിനൊപ്പം കൂടെ നിന്നു. അത് കേരള കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. കേരള കോൺഗ്രസ് പോയത് തീർച്ചയായും പ്രായോഗികമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. അന്ന് ഐക്യത്തിൽ നിർത്താനും ഒരുമിച്ച് നിർത്താനും ഒക്കെ ഉണ്ടായിരുന്ന നേതാവ് ഇപ്പോഴില്ല, ഉമ്മൻചാണ്ടി എന്ന നേതാവ്. അതിൻ്റെ ഒരു വിടവ് ഉണ്ട് എന്നുള്ളത് ലീഗടക്കം തിരിച്ചറിയുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമീപനത്തിലേക്ക് കൂടുതൽ പോകാനുള്ള ബദൽ നയങ്ങൾ അപ്പുറത്തൊന്നും AICC മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ വിവരമനുസരിച്ച് AICC കൃത്യമായി ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തല, VD സതീശൻ ഒരുമിച്ച് പ്രതികരിക്കണം, ഒരുമിച്ച് നേരിടണം സഭയിൽ എന്നുള്ളത്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടത്. അതിന് പിണറായി വിജയൻ എണീറ്റ് നിന്ന് രമേശ് ചെന്നിത്തലയെ അവിടെ രോഷം കൊള്ളുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്നത് VD സതീശനാണെന്ന് നമ്മൾ കണ്ടതാണ്. പുറത്ത് ഏറ്റവും കൗതുകരമായ കാര്യം, ഒരു വലിയ ചുമതല തരൂരും നൽകുന്നുണ്ട്. നയരൂപീകരണം, അതായത് സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട സർക്കാരിനെ വിമർശിക്കേണ്ട കാര്യങ്ങളിൽ അതിന് നയം രൂപീകരിക്കേണ്ടത് ശശി തരൂരാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തെ പുകഴ്ത്തിയ തരൂരിനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുക എന്ന ഒരു കൃത്യമായ തീരുമാനം AICCക്കുണ്ട്. അത് എത്രത്തോളം നടപ്പാകുമെന്നുള്ളതാണ് ഇനി കാണേണ്ടത്. രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഞാൻ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് കാണുന്നത്. 42,000 സംരംഭങ്ങൾ പൊട്ടിപ്പോയി എന്നുള്ള പത്രവാർത്ത ഷെയർ ചെയ്തുകൊണ്ട് തരൂർ നടത്തിയിരിക്കുന്നു. അപ്പോൾ അപ്പുറത്തും ബദൽ മാർഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ BJP ആര് പ്രതിരോധിക്കുന്നു
നോക്കുമ്പോൾ പ്രായോഗികമായി അതാത് സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഉള്ള സമീപനം ബുദ്ധിപരമായി രാഷ്ട്രീയമായൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമ്മേളനത്തിലെ ഒരു പ്രധാനപ്പെട്ട സമീപനമായിരിക്കും അല്ലേ? BJPക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഊന്നിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Meet the editors.